ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള PSC ഈസി ചാനൽ. കമ്പനിയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളൊരു തുടക്കക്കാരായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവരാണല്ലോ ഈ വീഡിയോ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏതെങ്കിലും ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ PSC എക്സാമിന് പഠിച്ചു തുടങ്ങാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊരു എക്സാം ആയിക്കോട്ടെ, നമ്മൾ അതിൽ തുടക്കക്കാരാണല്ലേ. അപ്പൊ നമ്മൾ ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങണം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ എക്സാമിനും കോമൺ ആണ്. അത് LGS ആവട്ടെ, LDC ആവട്ടെ, +2 ലെവലുള്ള എക്സാംസ് ആവട്ടെ, ഡിഗ്രി ലെവൽ എക്സാംസ് ആവട്ടെ, എല്ലാ എക്സാമിനും PSC നടത്തുന്ന എല്ലാ എക്സാമിന്റെയും ബേസിക് കാര്യങ്ങൾ കോമൺ ആയിരിക്കും. അപ്പൊ ഓക്കെ, നമുക്കപ്പോ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കോഴ്സിലൂടെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ ഫ്രണ്ട്. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇപ്പൊക്കെ എല്ലാവരും NCERT SCERT ബുക്സ് പഠിക്കണം, അതുപോലെ തന്നെ PSCന്റെ എക്സാം പാറ്റേൺ മാറി വരുന്നുണ്ട്, ഇപ്പോ പഴയതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കേൾക്കണ്ടേ അല്ലെ. എന്തോ ആവട്ടെ, PSC എക്സാംസിന്റെ പാറ്റേൺസ് മാറ്റുമോ എന്തോ ആവട്ടെ, പക്ഷെ ബേസിക് പഠിക്കേണ്ട കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. GK തന്നെയാണ്. നമ്മളിപ്പോ കറണ്ട് അഫയേഴ്സ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് തന്നെ പഠിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ടോപ്പിക്സ് എത്ര മാറി വന്നാലും പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം കോമൺ തന്നെയാണ്. മാത്സ് ആണെങ്കിലും എല്ലാം പഠിക്കേണ്ട കാര്യങ്ങൾ കോമൺ തന്നെയാണ്. പിന്നെ കുറെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ടഫായിട്ടൊക്കെ ചോദിക്കാം. നമ്മൾ ഇപ്പൊ തന്നെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്തും ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന്റെ അടിത്തറ നന്നായിരിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾക്ക് വേണ്ടത് ബേസിക്സ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബേസിക്സിൽ തന്നെ തുടങ്ങാം. പിന്നെ പതിയെ നമുക്കത് കുറച്ചുകൂടെ പഠിച്ചു പോവാം. അല്ല, ഇതിൽ കുറച്ച് ബേസിക്സ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഡിഗ്രി ലെവൽ എക്സാംസിന്റെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ കോഴ്സുകളുണ്ട്, മാത്സിന്റെ ക്ലാസ് ഉണ്ട്, കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മൾ ആദ്യം ഇതിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് GK പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ ഏതൊരു എക്സാമിന്റെയും നമ്മളപ്പോ ഫസ്റ്റ് നമ്മൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ അപ്പോഴാണല്ലോ നമ്മൾക്ക് എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, എന്ത് ഇമ്പോർട്ടന്റ് ആണ്, എന്ത് ഇമ്പോർട്ടന്റ് അല്ല, PSC ഏതൊക്കെയാണ് ആവർത്തി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചേ പറ്റൂ. അത് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നും ഇല്ല. നമ്മൾ കുറെ വായിക്കുക, അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് പോകും. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു റാങ്ക് ഫയലോ വേറെ എന്തെങ്കിലും ബുക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ഇമ്പോർട്ടന്റ്, PSC ഏതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കാൻ പോണെങ്കിൽ നമ്മൾക്ക് അറിയില്ല എന്തൊക്കെയാണ് ഇതിൽ നിന്ന് PSC ചോദിക്കുക, ഇതുവരെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്ക് അറിയില്ല, ഒരു ഐഡിയയും ഉണ്ടാവില്ല. സോ നമ്മൾ അതുകൊണ്ട് PSCന്റെ ഫസ്റ്റ് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതിൽ നിന്ന് ഒരു കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പഠിക്കാനും നമുക്ക് നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തോ പഠിക്കാം. പിന്നെ ഞാനായിട്ട് കുറച്ച് ഞാൻ ടോപ്പിക്സ് തരാം, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഇതിലും മിക്കവാറും ആൾക്കാര് വീട്ടമ്മമാരും അല്ലെങ്കിൽ കോളേജിൽ പോണ കുട്ടികളും വർക്ക് ചെയ്യണ ആൾക്കാരൊക്കെ ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ നമ്മൾക്ക് ടൈം വളരെ കുറവായിരിക്കും. ബാക്കി ഫ്രീ ആയിട്ടിരിക്കുന്നവരും എന്തായാലും കോച്ചിങ് പോയിണ്ടാവും. അപ്പൊ അവർക്കൊന്നും ഇത്ര ഇതിന്റെ ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അല്ലാത്തുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾക്ക് ടൈം കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പോർഷൻസേ ഡെയിലി തരുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഡെയിലി നമ്മളൊരു കോച്ചിങ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ഡെയിലി ഞാൻ ഓരോ ടോപ്പിക്ക് പറയാം. അതിന്റെ എക്സാം നെക്സ്റ്റ് ഡേ ഉണ്ടാവും. എല്ലാ ദിവസവും ഞാൻ 6 മണിക്ക് എക്സാംസ് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൺഡേ മുതലാണ്. മൺഡേ ഞാൻ എക്സാം വെക്കും, 6 മണിക്കാണ്. ഡെയിലി ഞാൻ 6 മണിക്ക് തന്നെ എക്സാംസ് വെക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേക്കുള്ള ടോപ്പിക്ക് ആ എക്സാമിന്റെ വീഡിയോന്റെ എൻഡിൽ ഉണ്ടാവും.
നെക്സ്റ്റ് ഡേ എന്ത് പഠിക്കണം എന്നുള്ള ടോപ്പിക് വീഡിയോന്റെ എൻഡിൽ ഞാൻ കൊടുക്കാം. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് അടുത്ത ദിവസത്തേക്ക് പഠിക്കാം. എന്നിട്ട് 6 മണിക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഞാൻ മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യണത്. അതൊരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, കൂടുതലൊന്നും ചോദിക്കില്ല. 10 മാർക്കിലേ ചോദിക്കുകയുള്ളൂ. ആ മാർക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടൂ. അപ്പൊ നമ്മൾ ഒന്നും പഠിക്കാതെ ഇരിക്കുന്നതും കുറച്ചായി പഠിച്ചു വരുന്നതും വ്യത്യാസവും ഇല്ലേ? അപ്പൊ നമുക്ക് കുറച്ചായി പഠിക്കാം. അതേപോലെ തന്നെ നമ്മൾക്ക് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാം. PSCയിൽ മെയിൻ ആയിട്ട്, PSCയിൽ എന്നല്ല, എന്ത് നമ്മൾ കാര്യങ്ങളും വാരി വലിച്ച് കുറെ പഠിക്കുന്നതിലെല്ലാ കാര്യം നമ്മളത് എത്രത്തോളം റിവിഷൻ ചെയ്യണോ അത്രയ്ക്കാണ് നമ്മളുടെ മൈൻഡിലേക്ക് നിൽക്കുക. നമ്മളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കുറച്ച് പഠിക്കുക, മാക്സിമം റിവിഷൻ ചെയ്യുക. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് വീക്ക്ലി റിവിഷനും മന്ത്ലി റിവിഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു വീക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ വീക്കിലി റിവിഷൻ ആയിട്ട് ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യുക. എല്ലാത്തിലും 10 മാർക്കിനെ ചോദിക്കുകയുള്ളൂ. വേണമെങ്കിൽ മന്ത്ലി എക്സാംസിന് വേണമെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ കൂട്ടിത്തരാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തിങ്കളാഴ്ച തന്നെ തുടങ്ങിയാലോ? അപ്പൊ തിങ്കളാഴ്ച മൺഡേ ഉള്ള എക്സാമിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം LGS തന്നെ തുടങ്ങാം. അപ്പൊ LGS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ LDC പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ എല്ലാവർക്കും ഇത് യൂസ് ആണ്. ഈ ഇത് പഠിച്ചതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരാൻ പോണില്ല. അപ്പൊ LGSൽ നമ്മൾ ആദ്യം നമുക്ക് GK പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാവുന്നതാണ്. നമ്മൾ ഇപ്പൊ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് GK മാത്രമാണ്. ഇനി 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് LGSലെ 2014 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് നിങ്ങൾക്ക് PSCന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അല്ലാതെ കുറെ വെബ്സൈറ്റുകളിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല, ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. എക്സാം ഞാൻ 6 മണിക്ക് അപ്ലോഡ് ചെയ്യും. എല്ലാ ദിവസവും 6 മണിക്ക് എക്സാംസ് ഉണ്ടാവും. ഒന്നുകൂടെ പറയാണ്, വീഡിയോന്റെ എൻഡിൽ നെക്സ്റ്റ് ഡേ പഠിക്കാനുള്ള ടോപ്പിക്ക് ഞാൻ ഇടുന്നതാണ്. കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് മാർക്ക് എന്തായാലും ഇടണം. അതുപോലെ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബോക്സിലെ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ S എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്ര പേര് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുമല്ലോ. എത്ര പേര് ഇത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ താങ്ക് യു.